ഹായ് കൂട്ടുകാരെ, എൻ്റെ പേര് ദർശൻ. എൻ്റെ വീട് കണ്ണൂരാണ്. ഞാൻ +2 പഠിക്കുന്നു. വീട്ടിൽ അച്ഛനും അമ്മയുമുണ്ട്. എൻ്റെ കൂട്ടുകാരനാണ് ഉണ്ണികൃഷ്ണൻ. ഓർമ്മ വെച്ച കാലം തൊട്ട് ഞങ്ങൾ നല്ല കൂട്ടുകാരാണ്. അവൻ്റെ വീട്ടിൽ അച്ഛനും അമ്മയും പിന്നെ ഒരു ചേച്ചിയുണ്ട്. ചേച്ചിയുടെ പേര് ഊർമിള എന്നാണ്. ആ ചേച്ചിയും ഞാനുമായുള്ള കഥയാണ് ഞാനിന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത്. അവൻ്റെ അച്ഛനും അമ്മയും സ്കൂൾ അധ്യാപകരാണ്. ഊർമിള ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞിട്ട് 1 വർഷമായി. ഹസ്ബൻഡ് ഗൾഫിലാണ്. അവൻ്റെ വീട്ടുകാർക്ക് എന്നെയും എൻ്റെ വീട്ടുകാർക്ക് അവനെയും വലിയ കാര്യമാണ്. ഊർമിള ചേച്ചി നിറമാണ്. മെലിഞ്ഞിട്ടാണ്, കാണാൻ വലിയ ഭംഗിയൊന്നും ഇല്ലായിരുന്നു. പക്ഷേ കല്യാണ സമയമായപ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല, നല്ലപോലെ വെളുത്ത് അത്യാവശ്യം വണ്ണമൊക്കെ വെച്ച് കാണാൻ നല്ല അടിപൊളി ലുക്കായി. ചേച്ചിയുടെ ഹസ്ബൻഡിനെ പറ്റി പറയുകയാണെങ്കിൽ, രണ്ടുപേര് പോകുന്ന കണ്ടാൽ അച്ഛനും മോളുമാണെന്ന് പറയും. ആൾക്ക് നല്ല സാമ്പത്തികമുണ്ട്. പോരാത്തതിന് ഗൾഫിൽ എന്തോ വലിയ ബിസിനസ്സാണ്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം രാവിലെ അവൻ എന്നെ വിളിച്ചു. എടാ, ഒന്ന് വീട് വരെ വരണം. ഇന്ന് വൈകുന്നേരം എൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡ് ഗൾഫിൽ നിന്ന് വരുന്നുണ്ട്. നീയും എൻ്റെ കൂടെ എയർപോർട്ട് വരെ വരണം. ഉച്ച ആയപ്പോൾ ഞാൻ എൻ്റെ ബൈക്കിൽ അവൻ്റെ വീട്ടിലെത്തി. ഒരു 3 മണിയാകുമ്പോൾ എയർപോർട്ടിലേക്ക് പോയാൽ മതിയെന്ന് അവൻ പറഞ്ഞു. അതുവരെ ഞങ്ങൾ സംസാരിച്ചിരുന്നു. ഊർമിള ചേച്ചി നല്ല സന്തോഷത്തിലാണ്. ഹസ്ബൻഡ് പോയിട്ട് 6 മാസം ആയിരുന്നു. ചേച്ചി കുറച്ചുകൂടി സുന്ദരി ആയ പോലെ എനിക്ക് തോന്നി. അങ്ങനെ 3 മണിയായപ്പോൾ ഞാനും അവനും കൂടി എയർപോർട്ടിൽ പോയി ചേച്ചിയുടെ ഹസ്ബൻഡിനെ വിളിച്ച് വീട്ടിൽ വന്നു. ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയി. അവൻ്റെ അളിയന് ഡ്രൈവിംഗ് അറിയില്ല. 2 മാസം ആള് നാട്ടിൽ ഉണ്ടായിരുന്നു. കാറ് റെൻറ്റിനെടുത്ത് എല്ലായിടത്തും കറങ്ങി. ഞാനായിരുന്നു കാറ് ഓടിച്ചിരുന്നത്. ആ സമയം കൊണ്ട് ഊർമിള ചേച്ചിയും ഞാനും നല്ല കൂട്ടായി. അങ്ങനെ 2 മാസം കഴിഞ്ഞപ്പോൾ ആള് ഗൾഫിലേക്ക് പോയപ്പോൾ എൻ്റെ കൂട്ടുകാരനെയും കൊണ്ടുപോയി. ആളുടെ കമ്പനിയിൽ അവനും ജോലി റെഡിയായി. അവരെ എയർപോർട്ടിൽ കൊണ്ടുപോയി വിടാൻ ഞങ്ങൾ എല്ലാവരും പോയിരുന്നു. അവൻ പോയപ്പോൾ എനിക്ക് നല്ല വിഷമം തോന്നി. ഇനി അവൻ്റെ വീട്ടിലേക്ക് പോകാനും പറ്റില്ല, ഊർമിള ചേച്ചിയെ കാണാനും പറ്റില്ല. ഗൾഫിൽ ചെന്ന ശേഷം അവൻ എന്നെ വിളിച്ചു. എടാ, വീട്ടിലെ കാര്യങ്ങളൊക്കെ ഇടയ്ക്കൊന്ന് ശ്രദ്ധിക്കണം. നിനക്ക് പറ്റുമെങ്കിൽ വീട്ടിലേക്കുള്ള സാധനങ്ങളും ഒന്ന് വാങ്ങിക്കൊടുക്കുമോ? ചേച്ചി മാത്രമേ വീട്ടിൽ ഉണ്ടാവുകയുള്ളൂ. അമ്മ ജോലിക്ക് പോകുന്നുണ്ട്, വരാൻ ലേറ്റാകും. നീ വീട്ടിലെ കാര്യമോർത്ത് ടെൻഷനൊന്നും ആവണ്ട, എല്ലാം ഞാൻ നോക്കിക്കോളാം. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഊർമിള ചേച്ചി എന്നെ വിളിച്ചു. എടാ, എനിക്കൊരു ട്രാവൽസിൽ ജോലി ശരിയായി. ഇൻ്റർവ്യൂ ഉണ്ട്. നീ എൻ്റെ കൂടെയൊന്ന് വരുമോ? എനിക്ക് നല്ല സന്തോഷമായി. ഞാൻ കൂടെ വരാം എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം രാവിലെ ഞാൻ ബൈക്കുമെടുത്ത് ചേച്ചിയുടെ വീട്ടിലേക്ക് ചെന്നു. ചേച്ചിയുടെ അമ്മ 9 മണിയായപ്പോൾ ജോലിക്ക് പോയി. ഞങ്ങളും വീടും പൂട്ടി ഇറങ്ങി. എടാ, നമുക്ക് പോവാം, ഇപ്പോൾ ഒരു ബസ്സുണ്ട്. ചേച്ചി, നമുക്ക് ബൈക്കിൽ പോവാം. ബസ്സിൽ നല്ല തിരക്കായിരിക്കും, സീറ്റൊന്നും ഇരിക്കാൻ കിട്ടില്ല. 10-15 കിലോമീറ്റർ ദൂരമുണ്ടല്ലോ. ഞങ്ങൾ ബൈക്കിൽ പുറപ്പെട്ടു. ഇൻ്റർവ്യൂ എല്ലാം കഴിഞ്ഞു, ജോലി ഉറപ്പാണ്. അങ്ങനെ പിറ്റേ ദിവസം തൊട്ട് ചേച്ചി ജോലിക്ക് പോവാൻ തുടങ്ങി. ഞാൻ കോളേജിൽ പോയിട്ട് വരുന്ന വഴി ചേച്ചിയുടെ ഓഫീസിൻ്റെ താഴെ വെയിറ്റ് ചെയ്തു. 5 മണിയായപ്പോൾ ചേച്ചി ഇറങ്ങി വന്നു. എടാ, നീ എന്താ ഇവിടെ? ചേച്ചി, എൻ്റെ കോളേജ് ഇവിടെ അടുത്തല്ലേ. ഞാൻ ഇതിലെയല്ലേ രാവിലെ വൈകിട്ടും പോകുന്നത്. അത് ഞാൻ മറന്നു. അപ്പോൾ ഇനി രാവിലെ വൈകിട്ടും നമുക്ക് ഒന്നിച്ച് പോവുകയും വരികയും ചെയ്യാലോ. ബസ്സിൽ നല്ല തിരക്കാണ്. അങ്ങനെ രാവിലെ 9 മണിക്ക് ഓഫീസിലേക്കും 5 മണിക്ക് വീട്ടിലേക്കും ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് പോകാൻ തുടങ്ങി. ചേച്ചിയുടെ അമ്മ ജോലിയെല്ലാം കഴിഞ്ഞ് 8 മണി ആകുമ്പോഴേ വരുവുള്ളൂ. ചേച്ചിയുടെ വീട്ടിൽ വൈഫൈ ഉണ്ട്. ഞാൻ എൻ്റെ ലാപ്ടോപ്പും എടുക്കും. ചേച്ചിയുടെ അമ്മ വരുന്നവരെ അത് നോക്കി അവിടെ ഇരിക്കും. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. ഒരു ദിവസം വൈകുന്നേരം ഞാൻ ചേച്ചിയുടെ വീട്ടിൽ ലാപ്ടോപ്പ് നോക്കി ഇരിക്കുകയാണ്. ഹെഡ്സെറ്റ് എടുക്കാനായി ചേച്ചിയുടെ റൂമിലേക്ക് പോയി. ചേച്ചി റൂമിൽ ഇല്ലായിരുന്നു. ഫ്രഷ് ആവാൻ ബാത്റൂമിലേക്ക് പോയതാണ്. ഹെഡ്സെറ്റും വെച്ച് ലാപ്ടോപ്പ് നോക്കി ഞാൻ ആ റൂമിൽ തന്നെ ഇരുന്നു. ഞാനവിടെ ഇരിപ്പുണ്ടെന്ന് ചേച്ചിക്ക് അറിയില്ല. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ചേച്ചി വന്നു. ഒന്നും ഇല്ലാതെയാണ് വന്നത്. കണ്ടപ്പോൾ തന്നെ എൻ്റെ ഉണ്ണിക്കുട്ടൻ എണീറ്റു. അവിടെ വെച്ച് തന്നെ ചെയ്തു.